ജീവന്റെ സംരക്ഷണമാണ് സഭയുടെ ലക്ഷ്യം. ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനം നിൽക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം ഇന്ന് നിഷ്കളങ്ക രക്തം ചൊരിയുന്ന നാടായി മാറിയിരിക്കുന്നു. ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട കുരുന്നു ജീവനുകളെ നിഷ്കരണം കൊല ചെയ്യുവാൻ സ്വന്തം അമ്മയ്ക്ക് പോലും മടിയില്ല. മനുഷ്യജീവന് മൃഗങ്ങളെക്കാൾ വില കുറച്ചു കാണുന്ന സംസ്കാരം രൂപപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ജീവന്റെ മൂല്യത്തെക്കുറിച്ചുള്ള അവബോധം രൂപപ്പെടുത്തുന്നതിനായി KCBC പ്രോ ലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രോ ലൈഫ് ഓറിയന്റേഷൻ പ്രോഗ്രാം എറണാകുളം പാസ്റ്റർ ഓറിയന്റേഷൻ സെന്റർ POCയിൽ KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻഡ് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക സഭയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഭൂമിയിൽ മനുഷ്യജീവന്റെ സംരക്ഷണമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന സന്ദേശത്തിൽ പറഞ്ഞു. ഉദരത്തിലെ കുഞ്ഞിന് ജനിക്കുവാനും ജീവിക്കുവാനുമുള്ള അവകാശത്തിനു വേണ്ടി കേരളത്തിൽ പ്രോ ലൈഫ് ശുശ്രൂഷകൾ ശക്തമായി നടക്കുന്നതിൽ KCBCക്ക് ഏറെ സന്തോഷവും അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവസ്നേഹത്താൽ പ്രേരിതമായി സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കുവാനും വിവിധ പദ്ധതികളിലൂടെ കരുതൽ നൽകുവാനും പ്രോ ലൈഫ് ശുശ്രൂഷകൾ വഴി സാധിക്കുന്നുവെന്നും ത്രിദിന പ്രോ ലൈഫ് സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുവായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് ജോൺസൺ C. എബ്രഹാം അധ്യക്ഷത വഹിച്ചു. ജെയിംസ് ആഴ്ചങ്ങാടൻ, സാബു ജോസ്, ജോർജ് F. സേവ്യർ, ജസ്ലിൻ ജോ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ മുഴുവൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് KCBC ഫാമിലി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി സമാപന സമ്മേളന സന്ദേശം നൽകി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ഡയറക്ടർ റവർ ഡോക്ടർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, പ്രസിഡന്റ് ശ്രീ ജോൺസൺ ചൂരേപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ, സാബു ജോസ്, ജോർജ് F. സേവ്യർ, ഗൈനക്കോളജിസ്റ്റുകളായ സിസ്റ്റർ ഡോക്ടർ സെൽമ SVM, ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, സൈക്കോളജിസ്റ്റ് ഡോക്ടർ ടൈറ്റസ് തിരുവല്ല, യുകേഷ് പുളിക്കൽ, മാർട്ടിൻ ന്യൂനസ്, ഡോക്ടർ ഫെലിക്സ് ജെയിംസ് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കും. ഓഗസ്റ്റ് 10 തൃശ്ശൂരിൽ നടക്കുന്ന പ്രോ ലൈഫ് ഇന്ത്യ മാർച്ചിന് മുന്നോടിയായി ജൂലൈ 2 ആരംഭിക്കുന്ന കേരള മാർച്ച് ഫോർ ലൈഫ് വിജയിക്കുവാനുള്ള കർമ്മ പദ്ധതികൾക്കും രൂപം നൽകും. ഉപവിഷ്ടരായിരിക്കുന്ന പ്രോ ലൈഫ് സംസ്ഥാന സമിതി പ്രസിഡന്റ് ശ്രീ ജോൺസൺ C. എബ്രഹാം, സെക്രട്ടറി ശ്രീ ജെയിംസ് ആഴ്ചങ്ങാടൻ, മുൻ പ്രസിഡന്റുമാരായിരിക്കുന്ന ശ്രീ സാബു ജോസ്, ശ്രീ ജോർജ് സേവ്യർ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആഴ്ചങ്ങാടൻ പറഞ്ഞു നിർത്തിയത് പ്രോ ലൈഫ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അബോർഷനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യം എന്നാണ്. ആഴ്ചങ്ങാടന്റെ പ്രത്യേക താല്പര്യവും ജോൺസൺ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സമിതിയുടെ തീരുമാനപ്രകാരം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1991 പ്രസിദ്ധീകരിച്ച ജീവന്റെ സുവിശേഷം എന്ന ഈ ചാക്രിക ലേഖനം ഇന്നിവിടെ പ്രകാശനം ചെയ്യുകയാണ്. രണ്ടാമത് ഇത് നിങ്ങളെല്ലാവരും വായിക്കണം. സഭയുടെ ജീവനെ കുറിച്ചുള്ള പ്രബോധനങ്ങളെല്ലാം വളരെ സമ്യക്കായിട്ട് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി റീപ്രിന്റ് ചെയ്ത് കിട്ടിയുള്ളൂ, ഇന്നലെ വൈകുന്നേരം. അപ്പൊ ഞാനിത് കുറെ വായിച്ചു നോക്കി. ഇത് വാസ്തവത്തിൽ അറിയാതെ കിടന്ന ഒരു നിധിയാണ്. ഈ ജെയിംസിന്റെ നിർബന്ധ ബുദ്ധിയാണ് എന്നെ കൊണ്ട് ഇത് രണ്ടാമത് പ്രിന്റ് ചെയ്യിപ്പിച്ചത്. ഇത് നിങ്ങൾ എല്ലാവരും സ്വന്തമാക്കണം, വായിക്കണം. കാരണം നിങ്ങൾ ഈ പ്രോ ലൈഫിന്റെ ഈ 2-3 ദിവസത്തെ സെഷനിൽ പങ്കെടുക്കാൻ വന്നത് തന്നെ ഇതിനോടുള്ള നിങ്ങളുടെ താല്പര്യവും കമ്മിറ്റ്മെന്റും കാണിക്കുകയാണ്. നിങ്ങളെല്ലാം ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ
സുദീർഘമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളാണ്. നിങ്ങളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ നിങ്ങൾ 2 ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ സെഷൻസും ഒരു ചെറിയ ഇൻപുട്ട് മാത്രമാണ് നിങ്ങൾക്കറിയാം. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടതും ഡെവലപ്പ് ചെയ്യേണ്ടതും അതിനെ വളരെ രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് പഠിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കാണെന്നും നിങ്ങൾക്കറിയാം. അതിന് ഈ ഗ്രന്ഥം നിങ്ങളെ സഹായിക്കും. അതുപോലെ സഭയുടെ മറ്റ് പ്രബോധനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് നിങ്ങളെ ഇത് പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പുസ്തകം ഈ സംസ്ഥാന പ്രോ ലൈഫ് സമിതിയുടെ വലിയ താല്പര്യത്തോടുകൂടെ രണ്ടാമത് പ്രകാശനം ചെയ്യുമ്പോൾ അതിൽ നിങ്ങളോടൊപ്പം ഞാനും അതിയായി അഭിമാനിക്കുകയും സന്തോഷിക്കുകയും നിങ്ങൾക്ക് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ഗ്രന്ഥം എഴുതാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കാരണം ഉണ്ടായത് ആ ദിവസങ്ങളിൽ അവിടെ റോമിൽ നടന്ന ഒരു കർദിനാൾമാരുടെ ഒരു മീറ്റിംഗാണ്. കർദിനാൾമാരുടെ മീറ്റിംഗിൽ ഗൗരവമായിട്ട് ജീവനെ കുറിച്ചാണ്, ജീവന്റെ നിലനിൽപ്പിന് എതിരായിട്ട് ഉടലെടുത്ത് വരുന്ന ലോകമെമ്പാടും വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ കുറിച്ചാണ് അവരവിടെ ചർച്ച ചെയ്തത്. ആ യോഗം കഴിഞ്ഞപ്പോൾ കർദിനാൾമാര് മാർപ്പാപ്പയോട് പറഞ്ഞു, ജീവനെ കുറിച്ചുള്ള സഭയുടെ പ്രബോധനം മാർപ്പാപ്പ ഈ ലോകത്തോട് ഉറക്കെ പറയണം. അതിനുവേണ്ടി അങ്ങ് ഒരു ചാക്രിക ലേഖനം എഴുതണം. മാർപ്പാപ്പ എന്ത് ചെയ്തു എന്നറിയോ? ആ കർദിനാൾമാരുടെ ആ ഒരു നിർദ്ദേശത്തിന് അദ്ദേഹം ഗൗരവമായി കാതുകൊടുത്തിട്ട് ലോകമെമ്പാടുമുള്ള എല്ലാ മെത്രാന്മാർക്കും അദ്ദേഹം എഴുതി. ജീവനെ കുറിച്ചുള്ള സഭയുടെ പ്രബോധനം രേഖപ്പെടുത്തപ്പെടണം എന്ന് കർദിനാൾമാർ എന്നോട് ആവശ്യപ്പെടുത്തിയിട്ടുണ്ട്. ജീവനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങൾ ചാക്രിക ലേഖനം എഴുതുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി തരണം. ലോകത്തിലെ എല്ലാ മെത്രാന്മാർക്കും അദ്ദേഹം എഴുതി. അങ്ങനെ ആ മെത്രാന്മാരെല്ലാവരും തന്നെ മഹാഭൂരിപക്ഷവും റെസ്പോണ്ട് ചെയ്തു. അവരെല്ലാവരും കൊടുത്ത ആശയങ്ങളെ അധികരിച്ചും അതിനെക്കുറിച്ച് വിശകലനം ചെയ്തും പഠിച്ചുമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് ഇതിന്റെ ഉപോദ്ഘാതത്തിൽ മാർപ്പാപ്പ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും എന്ന് ഞാൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാനൊരു സംഭവം ഓർക്കുന്നത്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഹൃദ്രോഗ വിദഗ്ധൻ ശ്രീ ശൈലേഷ് മേത്ത എന്ന് പറയുന്ന ഒരു ഡോക്ടർ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലരും അതിനെക്കുറിച്ച് പല മേഖലയിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. എങ്കിലും അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുകയും എൻ്റെ ഹൃദയം മിടിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളുമായി അത് പങ്കുവയ്ക്കുകയാണ്. ശ്രീ ശൈലേഷ് മേത്ത, 69 വയസ്സുള്ള ഡോക്ടർ ശൈലേഷ് മേത്ത 2009 അന്ന് എന്തോ ഒരു പ്രോഗ്രാമിന് ബറോഡയിൽ പോയിരിക്കുന്ന അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ APJ അബ്ദുൽ കലാമിനെ ഫോൺ വിളിക്കുകയാണ്. അദ്ദേഹം എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ, ശ്രീ ശൈലേഷ് മേത്തയ്ക്ക് വല്ലാത്ത മാനസിക സംഘർഷമാണ്. അദ്ദേഹത്തിന് ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അതിന് ഉത്തരം തേടിയാണ് ശൈലേഷ് മേത്ത വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എല്ലാവർക്കും സ്വീകാര്യനും എല്ലാവർക്കും മാതൃകായോഗ്യനുമായ ശ്രീ APJ അബ്ദുൽ കലാമിനെ സമീപിച്ചു. ശൈലേഷ് മേത്തയുടെ ഫോൺ കേട്ടിട്ട് ഡോക്ടർ അബ്ദുൽ കലാം, എന്തേ ശൈലേഷ് മേത്ത, താങ്കളൊരു വലിയ ഡോക്ടറാണല്ലോ, താങ്കൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്, താങ്കൾ കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോ ശൈലേഷ് മേത്ത അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഈ അബ്ദുൽ കലാമിനോട് പറയും. 2008 ശ്രീ ശൈലേഷ് മേത്തയുടെ ക്ലിനിക്കില് ഒരു ദമ്പതികൾ വന്നു. വളരെ ചെറുപ്പം ദമ്പതികളാണ്. ശൈലേഷിന്റെ ജൂനിയർ ഡോക്ടർമാര് ആ ദമ്പതികളെ കണ്ടു, സംസാരിച്ചു. 6 വയസ്സുള്ള അവരുടെ മകള്
ഹൃദ്രോഗ ബാധ്യതയാണ്. അവളെ പല ഡോക്ടർമാരുടെ അടുത്ത് കാണിച്ചു, ആർക്കും അവളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും അവരോട് പറഞ്ഞത് ഒരു രക്ഷയുമില്ല, ഇനി വൈദ്യം ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തുകയും അല്ല മരുന്നുകൾക്ക് ഇനി ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ സാധിക്കും. ഒരു ഹൃദ്രോഗ വിദഗ്ധനും ഈ കുട്ടിക്ക് ജീവൻ തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം ഈ കുട്ടി മാരകമായ ഹൃദ്രോഗത്തിന് അടിമയാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോവുക എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. എല്ലാ ക്ലിനിക്കിലും എല്ലാ ഡോക്ടർമാരും ഇത് തന്നെ പറഞ്ഞതുകൊണ്ട് അവർ വളരെയേറെ അസ്വസ്ഥരായി. അവർ പറഞ്ഞു, ഒരു മിനിറ്റ് ഒരു പ്രാവശ്യം ശ്രീ സൈലസ് മേത്തയെ ഞങ്ങൾക്കൊന്ന് കാണണം. അദ്ദേഹം ഞങ്ങളെ കൈവിടുകയാണെങ്കിൽ ഞങ്ങൾ പോയിക്കൊള്ളാം. അങ്ങനെ അവരുടെ നിർബന്ധം കൊണ്ട് ഈ ജൂനിയർ ഡോക്ടർമാര് ശൈലേഷ് മേത്തയെ കാണാനായിട്ട് അവർക്ക് ഒരു അവസരം കൊടുത്തു. ശൈലേഷ് മേത്ത ഈ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചിട്ട് ജൂനിയർ ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ ഇവരോട് പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, മെഡിസിൻ ഇനി ഒരു കാര്യമില്ല, നിങ്ങൾ തിരിച്ചു പോവുക. അവര് വളരെ സങ്കടത്തിലായി. അവരങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞു, രണ്ട് കാര്യം പറയും, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഈ കുട്ടിയെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ നടത്താം. ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ ആണ് ഒരു കർണീയമായ കാര്യം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേഷൻ നടത്താം. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടിയുമായി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോയിട്ട് ഈ കുട്ടി ഒരു 3 മാസത്തോളം ജീവിക്കും. ആ 3 മാസത്തോളം നിങ്ങൾക്ക് കുട്ടിയുമായി സന്തോഷത്തോടുകൂടി ആയിരിക്കാം. ഒന്നാമത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതൊരു വലിയ റിസ്ക് ആണ്. ഓപ്പറേഷൻ ഒരു 30% സക്സസ് ആവുള്ളൂ, 70% ഫെയിൽ ആവും, കുട്ടി മരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുപോകേണ്ടി വരും. മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് 3 മാസമെങ്കിലും ആ കുട്ടിയോടൊപ്പം നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സന്തോഷം പങ്കിടാൻ സാധിക്കും. ആലോചിച്ചിട്ട് തീരുമാനിക്കാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരായ ദമ്പതികളെ വളരെ ആലോചിച്ച് ആ ഭർത്താവ് ഡോക്ടറോട് പറഞ്ഞു, നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടറിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 70% ഫെയിൽ ആകുമെന്ന് ഇത്രയും പരിണിതപ്രജ്ഞനായ ഒരു ഡോക്ടർ ആ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും അവര് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയുക. ഡോക്ടറിലുള്ള അവരുടെ വിശ്വാസമായിരിക്കാം. ഡോക്ടർ പറഞ്ഞു, എന്നാൽ കുട്ടീനെ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. ഈ കുട്ടി ഒരാഴ്ച ഓപ്പറേഷന്റെ ആ ദിവസങ്ങള് ഈ ഡോക്ടർ എല്ലാ ദിവസവും ഈ കുട്ടിയെ കാണുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, മോളെ പേടിക്കണ്ട, ഈശ്വരൻ നിന്നെ രക്ഷിക്കും, നിന്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്, നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശ്വരൻ നിന്റെ ഹൃദയം സുഖപ്പെടുത്തും, നീ ഭയപ്പെടേണ്ട, നീ ഈശ്വരൻ വിശ്വസിക്കുക, നിന്റെ ഹൃദയത്തിലുള്ള ഈശ്വരൻ നിന്നെ സുഖപ്പെടുത്തും. ഈ അമ്മ ഈ കുഞ്ഞിനോട് എല്ലാ ദിവസവും പറയുന്ന ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർക്ക് സങ്കടമാണ്. കാരണം ഈ കുട്ടി ഓപ്പറേഷൻ കഴിയുമ്പോൾ മരിച്ചു പോകും. പിന്നെ അമ്മ കുഞ്ഞിനോട് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ പറയുന്ന വാക്കുകളാണ്. അങ്ങനെ ഓപ്പറേഷന്റെ സമയമായി. കുട്ടീനെ ടേബിളിൽ കിടത്തി, എല്ലാം സെറ്റായി, ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാം റെഡിയാക്കി. ശൈലേഷ് മേത്ത പച്ച കോട്ടൊക്കെ ഇട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നു. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി തട്ടി, പേടിക്കണ്ട, ഡോക്ടർ അങ്കിൾ ഇവിടെ ഉണ്ട്, ഓപ്പറേഷൻ നടത്തും, മോൻ സുഖം പ്രാപിക്കും. അപ്പൊ ഈ കുട്ടി ഈ ഡോക്ടർ ശൈലേഷ് മേത്തയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, ഡോക്ടർ അങ്കിൾ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, മോൾ പേടിക്കേണ്ട, നീ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്, ഞാനില്ലേ, ഞാൻ ചെയ്തോളാം, ധൈര്യമായിട്ടിരിക്കുക. അല്ല ഡോക്ടർ അങ്കിൾ, എനിക്ക് ഡോക്ടർ അങ്കിളോട് ചോദ്യം ചോദിക്കണം. നിങ്ങൾ എന്റെ ഹാർട്ട് ഓപ്പറേഷൻ നടത്തുമോ? എല്ലാവരും പറയുന്നു ഓപ്പൺ ഹാർട്ട് സർജറി നടത്തും, എന്റെ ഹൃദയം തുറന്ന് ഡോക്ടർ ഓപ്പറേഷൻ നടത്തി എന്നെ സുഖപ്പെടുത്തും എന്നാണ് പറയുന്നത്. എന്റെ ഹൃദയം നിങ്ങൾ തുറക്കുമോ? ഡോക്ടർ പറഞ്ഞു, മോൻ പേടിക്കണ്ട, ഒരു ചെറിയ ഇഞ്ചക്ഷൻ തരും, മോൻ ഒന്നും അറിയില്ല, ഒരു വേദന അറിയില്ല, ഓപ്പറേഷൻ നടത്തും ഒന്നും അറിയത്തില്ല, കണ്ണു തുറക്കുമ്പോൾ തീ സുഖപ്പെടും. അതല്ല ഡോക്ടർ, എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ഞാൻ ചോദിക്കുന്ന ഉത്തരം പറ. നിങ്ങൾ എന്റെ ഹൃദയം തുറക്കുമോ? നിങ്ങൾ എന്റെ ഹൃദയം ഓപ്പൺ ഹാർട്ട് സർജറിയാണ് ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നു, നിങ്ങൾ അത് ചെയ്യോ? ഡോക്ടർ പറഞ്ഞു, നിന്റെ ഹൃദയം തുറക്കും, നിന്റെ ഹൃദയം തുറക്കും. അപ്പൊ കുട്ടി ഡോക്ടറോട് പറഞ്ഞു, എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശ്വരൻ നിന്നെ സുഖപ്പെടുത്തും.
അപ്പൊ എന്റെ ഹൃദയം നിങ്ങൾ തുറക്കുമ്പോൾ അവിടെയുള്ള ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഞാൻ സോപ്പിട്ട് കഴിയുമ്പോൾ ആ ഈശ്വരൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഡോക്ടർ ശരി. അങ്ങനെ കുട്ടി ഓപ്പറേഷന് വിധേയനായി. ഓപ്പറേഷൻ 45 മിനിറ്റ് കഴിഞ്ഞ് കുട്ടിയുടെ ഹാർട്ട് ഓപ്പൺ ചെയ്തു. ഡോക്ടർ എല്ലാവരും സ്തബ്ധരായി. ഒരു തുള്ളി രക്തം പോലും അതിലില്ല. കുട്ടിയുടെ പൾസ് താഴേക്ക് പോകുന്നുണ്ട്. ഏത് നിമിഷവും മരണം സംഭവിക്കാം. ഡോക്ടർ അസ്വസ്ഥരായി അവിടെ മാറിയിരുന്നു. ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം ജൂനിയർ ഡോക്ടർമാരോട് പറഞ്ഞു, തുന്നിക്കെട്ടിക്കോ, ഇനി ഇതിനെ ഡെഡ് ബോഡി ആയിട്ട് കൊണ്ടുപോകുള്ളൂ, ഇനി നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, തുന്നിക്കെട്ടിക്കോ. ഡോക്ടർ ഒരു അസ്വസ്ഥനായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കുട്ടിയുടെ ചോദ്യം കടന്നു വരിക. ഡോക്ടറുകൾ, നിങ്ങളുടെ ഹൃദയം തുറക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഈശ്വരൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്നോട് പറയണം. ഈശ്വരൻ, എന്റെ ഹൃദയത്തിലുള്ള ഈശ്വരൻ എന്നെ രക്ഷിക്കുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ആ ഈശ്വരൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയണം. ഇത് ഡോക്ടറുടെ ഹൃദയത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ആ കുട്ടിയുടെ മനസ്സിലുള്ള ഈശ്വരനെ ഡോക്ടർ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഈശ്വരൻ ആ കുട്ടിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ ഈശ്വരനോട് ഞാൻ പറയുന്നു, ആ കുട്ടിയെ രക്ഷിക്കണം, നിനക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുവരെ ഈശ്വരനിൽ വിശ്വാസം പരസ്യമായി പറയാത്ത ഡോക്ടർ മേത്ത ഒരിക്കലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു ഈശ്വരന്റെയും പണം വയ്ക്കാത്ത ഡോക്ടർ മേത്ത. അന്ന് ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്ന ആ പ്രാർത്ഥനയുടെ ചിന്ത തന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ അയാൾ പ്രാർത്ഥിച്ചു, ആ കുട്ടിയുടെ ഉള്ളിൽ ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരനോട് ഞാൻ പറയുന്നു, ഈ കുട്ടിയെ രക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ് അയാള് കണ്ണ് നിറഞ്ഞു. ജൂനിയർ ഡോക്ടർമാരോട് അദ്ദേഹത്തിന്റെ കണ്ണട മാറ്റിയിട്ട് കണ്ണ് തുടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ണട മാറ്റി കണ്ണ് തുടച്ചു കഴിഞ്ഞപ്പോ ജൂനിയർ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ, ഒരു അത്ഭുതം നടക്കുന്നത് പോലെ തോന്നുന്നു. കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തം ഇട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ നേരം നോക്കിക്കഴിഞ്ഞപ്പോ ഒരു തുള്ളി രക്തം വരുന്നുണ്ട്. ഡോക്ടർ വേഗം അവരോട് പറഞ്ഞു, ശരി, ഹറിയം ഓപ്പറേഷൻ നടക്കട്ടെ, എല്ലാം ഒന്നും മാറ്റരുത്. അങ്ങനെ 4-5 മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ സക്സസ് ആയി. പിന്നീട് കുട്ടി ജീവിച്ചു. 60 വയസ്സ് വരെ കുട്ടി ജീവിക്കുമെന്ന് അയാൾ സാക്ഷ്യപ്പെടുത്തി. ഇനിയാണ് അയാളുടെ മാനസിക സംഘർഷം. ഈ കുട്ടിയെ അഭിസംബോധന ചെയ്യുമ്പോൾ കുട്ടി ചോദിക്കും, അവളുടെ ഹൃദയത്തിൽ അയാൾ കണ്ട ഈശ്വരൻ എപ്രകാരമാണ്. അതെന്ത് ഉത്തരം പറയണമെന്ന് അറിയാതെയാണ് ഇയാൾ വിഷമിക്കുന്നത്. അപ്പോ അബ്ദുൽ കലാം അയാളോട് പറഞ്ഞു കൊടുത്തു, ഒരു തുള്ളി രക്തമായി ഈശ്വരൻ എന്റെ ഹൃദയത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു എന്ന് ആ കുട്ടിയോട് പറഞ്ഞു. ഒരു തുള്ളി രക്തമായി ഈശ്വരൻ എന്റെ ഹൃദയത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു എന്ന് ആ കുട്ടിയോട് പറയും. ശൈലേഷ് മേത്ത അന്ന് മുതൽ വിശ്വാസിയാണ്. അതുവരെ ഈശ്വരനേക്കാൾ തന്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ച് ഒരു ദിവസം 10 ഓപ്പറേഷനെങ്കിലും സക്സസ്ഫുൾ ആയി ചെയ്യുന്ന ഡോക്ടർ ശൈലേഷ് മേത്ത പിന്നീട് അദ്ദേഹം തന്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈശ്വരന്റെ ചിത്രം വെച്ചിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഓപ്പറേഷൻ നടത്തുക. ഞാൻ എന്റെ സർവ്വ കഴിവുകളും ഞാൻ പഠിച്ച സയൻസും ഒക്കെ ഞാൻ വിനിയോഗിക്കുന്നുണ്ടെങ്കിലും നിന്റെ കൃപയും നിന്റെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണ് സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. ഒരു കുഞ്ഞ് മഹാനായ ഒരു ഡോക്ടറെ ഈശ്വര വിശ്വാസത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശൈലേഷ് മേത്ത എന്ന് പറയുന്ന ഡോക്ടർക്ക് ഈശ്വര വിശ്വാസം ഇല്ലാതിട്ടല്ല, തിരിച്ചറിയാനിട്ടായിരിക്കണം. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രോഗികളിൽ ഈശ്വരനുണ്ട് എന്നൊരു തിരിച്ചറിവ് ആ കുഞ്ഞിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ അദ്ദേഹം അത് ലോകത്തോട് വിളിച്ചു പറയാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല. എല്ലാ ജീവന്റെയും ആധാരം ഈശ്വരനാണ്. എല്ലാ ജീവന്റെയും ആധാരം ഈശ്വരനാണ് എന്ന് സഭ ആധികാരികമായി പഠിപ്പിക്കുന്നുണ്ട്. ആദിമ നൂറ്റാണ്ട് മുതല് ദിഡാക്കി എന്ന് പറയുന്ന പുസ്തകം, അതായത് അപ്പോസ്തലന്മാരെ 12 അപ്പോസ്തലന്മാരുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രബോധനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ദിഡാക്കി എന്ന് പറയുന്ന പുസ്തകം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉള്ളത്. അത് അന്ന് പേഗൻ മതങ്ങളിൽ ഉണ്ടായിരുന്ന, പേഗൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ഈ അബോർഷൻ പോലെയുള്ള പരിപാടിയെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ജീവനെ ഹനിക്കുന്നതെല്ലാം 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭ നിരാകരിച്ചിട്ടുണ്ട്. അതാണ് സഭയുടെ ചരിത്രം. 12 അപ്പോസ്തലന്മാർ തന്നെ ആദിമ നൂറ്റാണ്ടിൽ തന്നെ, ആദിമ ക്രൈസ്തവർ തന്നെ
ജീവന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളത് ബർണബാസിന്റെ ലെറ്റർ ഓഫ് ബർണബാസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ, ദിഡാക്കെ എന്ന് പറയുന്ന ഈ 12 അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പുസ്തകത്തിലും they have condemned the abortion. 1-ാം നൂറ്റാണ്ടില്. പിന്നീട് നമ്മൾ ജെറമിയായുടെ പുസ്തകത്തില് 1-ാം അധ്യായം 5-ാം വാക്യം എന്താണ്? നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന് ദൈവം ജെറമിയായോട് പറയുന്നത് നമ്മോട് ഓരോരുത്തരോടുമാണ് പറയുന്നത്. നമുക്കറിയാം, അരിസ്റ്റോട്ടലിന്റെ ചിന്തയിലും പഠിപ്പിക്കലിലും അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ഭ്രൂണം അത് തുടക്കത്തിൽ അതിന് ആത്മാവില്ലെന്നും അത് വളർന്നു വരുമ്പോഴാണ് സാവകാശം അതിനകത്ത് ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെടുന്നതുമെന്നാണ്. അത് ഒരു കാലം വരെ സഭയും അങ്ങനെ വിശ്വസിച്ചിരുന്നു. പിന്നീട് 1869 സഭ കൃത്യമായി പറഞ്ഞു, ഇങ്ങനെ ആത്മാവ് പ്രവേശിക്കുന്ന ഒരു പ്രക്രിയ ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഫീറ്റസ് രൂപം കൊള്ളുന്ന സ്പേമും എഗ്ഗും ശാസ്ത്രീയമായി കണ്ടുപിടിച്ചതിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞു, ഈ എഗ്ഗും ഈ സ്പേമും ഒരുമിച്ച് ചേരുന്ന ആ നിമിഷത്തിൽ ജീവൻ ഉടലെടുക്കുകയും ആ നിമിഷം തന്നെ അത് മനുഷ്യജീവനായി പരിഗണിക്കുകയും ചെയ്യും. അത് സഭ ഔദ്യോഗികമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ടില് വലിയ പണ്ഡിതനായ മിസ്റ്റർ അഗസ്തീനോസ് കൃത്യമായിട്ട് പറയുന്നു, അദ്ദേഹം ഈ affirmed the rejection of abortion എന്നാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങളുടെ ഒരു സമ്മിക്കായിട്ട് പറയുക. അബോർഷനെ ശക്തമായിട്ട് നിഷേധിക്കുന്ന നിലപാടായിരുന്നു വിശുദ്ധ ആഗസ്തീനോസ് 5-ാം നൂറ്റാണ്ടില്. 13-ാം നൂറ്റാണ്ട് വന്നപ്പോ തോമസ് അക്വീനാസ് ആണ്. അദ്ദേഹം പറയുന്നത് അബോർഷൻ അഗെയിൻസ്റ്റ് നേച്ചർ, പ്രകൃതിക്ക് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം എന്താണ്? ഇറ്റ്സ് എ റിജക്ഷൻ ഓഫ് ഗോഡ്സ് ഗിഫ്റ്റ് ഓഫ് ന്യൂ ലൈഫ്. പുതിയ ജീവൻ, ദൈവം നൽകുന്ന സമ്മാനമായ പുതിയ ജീവനെ നിരാകരിക്കുന്നതാണ് അബോർഷൻ എന്ന് തോമസ് അക്വീനാസ് 13-ാം നൂറ്റാണ്ടിൽ പറയുന്നുണ്ട്. അതാണ് അവസാനം 1869 വരുമ്പോ ഈ എൻസോൾഡ് ആൻഡ് അൺസോൾഡ് എന്ന 2 പദപ്രയോഗങ്ങളുണ്ട്. അത് രണ്ടും അരിസ്റ്റോട്ടിൽ നിന്ന് കടമെടുത്തതാണ്. ആത്മാവ് നിറയുന്നതും ആത്മാവ് ഇല്ലാത്തതും എന്ന അർത്ഥത്തില് ആ ഒരു കൺസെപ്റ്റ് സഭ പൂർണ്ണമായി നിരാകരിച്ചു. കാനൻ ലോയിൽ അങ്ങനെ ഒരു പ്രൊവിഷനെ എടുത്ത് കളയുകയാണ് സഭ. എന്നിട്ട് സഭ ഇന്നത്തെ ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തം അംഗീകരിക്കുകയാണ്. എന്താണ്? ദ വെരി സംഭോഗത്തിലൂടെ, ദ വെരി ആക്ട് ഓഫ് കൺസെപ്ഷൻ, ആ കുഞ്ഞ് അവിടെ രൂപം കൊള്ളുകയാണ്. അപ്പോ മാതാവും പിതാവും സ്നേഹത്തോടുകൂടെ ബന്ധം പുലർത്തുന്ന ആ നിമിഷത്തിൽ, എഗ്ഗും സ്പേമും ചേരുന്ന ആ നിമിഷത്തിൽ പുതിയൊരു ജീവൻ ഉടലെടുക്കുകയാണ് എന്നും ആ ജീവനിൽ ആത്മാവുണ്ട് എന്നും അത് മനുഷ്യനാണ് എന്നുമാണ്. പേഴ്സൺ, ആ കൺസെപ്റ്റിലേക്കാണ് സഭ വന്നത്. അതുകൊണ്ടാണ് ശക്തമായിട്ട് അബോർഷനെ എതിർക്കുന്നത്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഈ പുസ്തകത്തിൽ പറയുന്നു, സങ്കടകരമായിട്ട് ഇങ്ങനെയാണെങ്കിലും പല രാജ്യങ്ങളും ജീവനെ ഹനിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ജീവനെ ഹനിക്കുക എന്ന് പറയുമ്പോൾ ഉദരത്തിലുള്ള ജീവനും പിന്നീട് വ്യക്തിയായിട്ട് വാർദ്ധക്യത്തിലെത്തിയ ജീവനെയും ഉദ്ദേശിക്കുകയാണ്. ചില രോഗങ്ങൾ, മാറാ രോഗങ്ങൾ വരുമ്പോൾ ആ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എവ്തനേസിയ അത് പല രാജ്യങ്ങളും നിയമവിധേയമാക്കുന്നു. അബോർഷൻ നിയമവിധേയമാക്കിയതുപോലെ തന്നെ എവ്തനേസിയ നിയമവിധേയമാക്കുന്നു. അങ്ങനെ ഹിറ്റ്ലറിന്റെ കാലം വന്നപ്പോ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോ അവരെ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നൊക്കെ വിശേഷിപ്പിച്ചവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും തുല്യരാണ് എന്ന് കരുതി എല്ലാ ഡിഫറൻസുകളെയും സ്പെഷ്യലി ചലഞ്ചഡ് എന്ന് നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഹിറ്റ്ലറിന്റെ കാലത്ത് അത്തരം ആളുകളെയൊക്കെ പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മനുഷ്യജീവനെ അതിന്റെ പൂർണ്ണതയിൽ അംഗീകരിക്കാത്ത ഒരു പ്രവൃത്തിയെയും സഭ അംഗീകരിക്കുന്നില്ല എന്ന് അസന്ദിഗ്ധമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്.
ഇപ്പൊ പ്രോ ലൈഫ് എന്ന് പറയുമ്പോൾ അബോർഷനെതിരെ നിൽക്കുന്ന നിലപാട് മാത്രമല്ല, ജീവന് വേണ്ടി എടുക്കുന്ന എല്ലാ നിലപാടുകളും പ്രോ ലൈഫാണ്. ജീവനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സഭയുടേത്, നിരാകരിക്കുന്നതല്ല. അതുകൊണ്ടാണ് യുദ്ധത്തെക്കുറിച്ച് മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് വാൺ ചെയ്യുന്നത്. യുദ്ധം ചെയ്യുന്നതിലൂടെ അനേകം ജീവനുകളെ ഇല്ലാതാക്കപ്പെടും, നിരപരാധികൾ കൊല്ലപ്പെടും, ഒരു കുറ്റവും ചെയ്യാത്ത കുട്ടികളും സ്ത്രീകളും ആണുങ്ങളും എല്ലാം കൊല്ലപ്പെടും. അതിനാര് കണക്ക് പറയും? പ്രകൃതി ചൂഷണത്തെ മാർപ്പാപ്പ ശക്തമായി എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രകൃതിയിൽ വരുന്ന എല്ലാ ചൂഷണങ്ങളും പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ ഇല്ലാതാക്കുന്നു. അത് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാക്കാനും പ്രകൃതിയില് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അപകടങ്ങൾ സാധ്യതകളും ഉയർന്നു വരികയാണ്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനം, നമ്മുടെ മൺസൂൺ മാറിപ്പോയതൊക്കെ എന്തുകൊണ്ടാണ്? ഈ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്തപ്പോൾ ഈ പ്രകൃതിയിൽ വന്ന വ്യത്യാസങ്ങളാണ്, ഇതിന്റെ കാലാവസ്ഥയിൽ വന്ന വ്യത്യാസങ്ങളാണ്. മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് ലൗദാത്തോ സി ലൗദാത്തോ ദേവും എന്ന് പറയുന്ന രണ്ട് അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രകൃതിയുടെ ചൂഷണം അവസാനിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. അത് കേവലം ഒരു മരം നടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ഒരു മരം വീട്ടിൽ നടന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പ്രകൃതിയുടെ സംരക്ഷണത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നാം പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവൻ, അത് മനുഷ്യജീവൻ, അത് ഏത് തലങ്ങളിലായാലും ഏത് രീതിയിലാണെങ്കിലും സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിനുള്ള നിലപാടാണ് സഭ എന്നും പറഞ്ഞിട്ടുള്ളത്. പോളാറാമൻ മാർപ്പാപ്പയുടെ ഹുമാനെ വീറ്റൈ മുതൽ, ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ ജീവന്റെ സുവിശേഷം മുതൽ, ഫ്രാൻസിസ് പാപ്പ ഇന്ന് നമ്മളെ ഗൗരവമായി പഠിപ്പിക്കുന്ന ജീവന്റെ സുവിശേഷം നമുക്ക് ഈ പ്രോ ലൈഫിന് വേണ്ടി നിലപാടെടുക്കാനായിട്ട് സഹായകരമാണ്. അതുകൊണ്ട് ഈ 2 ദിവസം നിങ്ങളിവിടെ ചെലവഴിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ആ വിഷയങ്ങളിലേക്ക് അല്പം കൂടി ആഴ്ന്നിറങ്ങുവാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾ സ്വന്തമാക്കുക. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്ത ഈ പെയിൻ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. അങ്ങനെ വരുമ്പോ സഭ എടുക്കുന്ന ഈ നിലപാട്, ഇപ്പം ജോൺ പോൾ നമ്മുടെ ഫ്രാൻസിസ് പാപ്പ സെയിം സെക്സ് മാരേജിനെ ബ്ലസ് ചെയ്യാനായിട്ട് അനുവദിച്ചു എന്ന ഒരു വലിയ തെറ്റായ പ്രചരണം നടത്തിയിട്ടുണ്ടായി. മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് എന്താണ്? ബ്ലെസ്സിങ് വാങ്ങിക്കാനായിട്ട് എല്ലാവർക്കും അവകാശമുണ്ട്. ബ്ലെസ്സിങ്ങിന് വരുന്നവരെ ആരെയും നിരാകരിക്കരുത്. പക്ഷേ അത് വിവാഹ വസ്ത്രത്തിലോ വിവാഹത്തിൻ്റെതായ രീതിയിലോ ആകരുത് എന്ന കാര്യം അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന വൈദികൻ ശ്രദ്ധിക്കേണ്ടതുമാണ്, കൃത്യമാണ്. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം കൊടുക്കുവാനായിട്ട് സ്വീകരിക്കുവാനായിട്ട് എല്ലാവർക്കും അവകാശമുള്ളത് കൊണ്ട് ആരെയും മാറ്റി നിർത്തരുത്. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് മാർപ്പാപ്പയോട് ചോദിക്കുമ്പോൾ മാർപ്പാപ്പ പറയുന്നു, അവരെ വിധിക്കാൻ ഞാൻ ആരാണ്? ആരെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല. ജീവനെ സംരക്ഷിക്കുക, അത് ഏത് തലങ്ങളിലാണെങ്കിലും അതിനു വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് വ്യത്യസ്ത രീതിയിൽ ആളുകളെ തരംതിരിച്ചും ആളുകളുടെ പ്രശസ്തിക്ക് ഇങ്ങനെ നിയമവിധേയമാക്കിയും മനുഷ്യന്റെ മഹത്വത്തെ നിരാകരിക്കുന്ന ഒരു സംസ്കാരം രൂപം കൊള്ളുന്ന ഒരു പശ്ചാത്തലത്തില്, അതല്ലെങ്കിൽ രൂപം കൊണ്ട ഒരു പശ്ചാത്തലത്തില് ജീവനെ കുറിച്ച്, ജീവന്റെ നിലനിൽപ്പിനെ കുറിച്ച്, ജീവന്റെ നിലനിൽപ്പിന് വേണ്ട പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകേണ്ടതിനെ കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കത്തോലിക്കൽ എന്ന രീതിയിൽ നമുക്ക് ഗൗരവമായ ഉത്തരവാദിത്വമുണ്ട്. സഭയോടൊപ്പം ചിന്തിക്കാനും സഭയുടെ പ്രബോധനങ്ങളോട് നീതി പുലർത്താൻ. അതുകൊണ്ട് അവിടെയും ഇവിടെയും സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് സഭാ പ്രബോധനങ്ങളെ തെറ്റായി ധരിക്കാതിരിക്കുവാനുള്ള വിവേകവും ജ്ഞാനവും നിങ്ങൾക്കുണ്ടാകണമെന്ന് അവസാനമായി പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിലെ നിങ്ങൾ കേൾക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഗ്രാഹ്യമായിട്ട് നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് പ്രോലൈഫ് സമിതി ഇപ്രകാരം ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ കാണിച്ച ആ ഒരു വലിയ ഉത്തരവാദിത്വ ബോധത്തെ അഭിനന്ദിച്ചുകൊണ്ട്, ഇന്ന് നിങ്ങൾ ഇത്രയും പേരെ ഇവിടെ സംഘടിപ്പിക്കണമെങ്കിൽ ഇതിന്റെ പിന്നില്
ശ്രീ ജെയിംസ് ആഷങ്കാടനും ശ്രീ ജോൺസണും ശ്രീ സാബുവും ശ്രീ ജോർജും ഒക്കെ ഈ സംസ്ഥാന സമിതി വളരെയേറെ പണിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു സെമിനാർ വെക്കുമ്പോൾ ആളെ കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങളെ പോലെ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഇതിന്റെ പിന്നിലുള്ള നിങ്ങളുടെ എഫേർട്ട് എന്തുമാത്രമുണ്ട് എന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ഇവരെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്, നിങ്ങളെ പ്രതി, നിങ്ങളുടെ സാന്നിധ്യത്തെ പ്രതി, നിങ്ങളുടെ ഈ നല്ല മനസ്സിനെ പ്രതി. ഇതിന് നിങ്ങളെ പ്രേരിപ്പിക്കുകയും നിങ്ങളെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നിരന്തരം നിങ്ങളെ പിന്നാലെ ഫോണിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഈ സംസ്ഥാന സമിതിയെ, അതിൽ ചുക്കാൻ പിടിച്ച എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചും ഈ 2 ദിവസത്തെ ഈ ക്ലാസ്സുകൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.